ഞങ്ങൾ കേട്ടിരിക്കുന്ന ടോപ്പിക്ക് ജെൻഡർ ജസ്റ്റിസ് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ആ ഒരു ടോപ്പിക്ക് ആ ഒരു ടൈം കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ജെൻഡർ ജസ്റ്റിസിന്റെ പ്രാധാന്യം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ജെൻഡർ ജസ്റ്റിസ് ഇല്ലായിരുന്നുവെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. എങ്കിലും നിങ്ങൾക്ക് ജെൻഡർ ജസ്റ്റിസിന്റെ വാല്യൂ മനസ്സിലാക്കണം. ഇപ്പോഴെല്ലാവരും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരേ അവകാശങ്ങളും ഒരേ അവസരങ്ങളുമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് ചിന്തിക്കേണ്ടത് ജെൻഡർ ജസ്റ്റിസിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടി ജെൻഡർ ജസ്റ്റിസ് ഇല്ലായിരുന്നുവെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാൽ. ഇപ്പോൾ ജെൻഡർ ജസ്റ്റിസ് ഇല്ലായിരുന്നുവെങ്കിൽ ഈ ഒരു ഹോളില് ഞങ്ങൾ 9 പേരെ കാണുള്ളൂ അല്ലേ. ബാക്കി ടീച്ചേഴ്സ് ഒക്കെ അവിടെ ഇരിക്കണം, ഒന്നെങ്കിൽ നിർത്തിയിരുന്നോണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ കിട്ടാനുള്ള അവസരം ഇല്ലായിരുന്നു അല്ലേ. ഒരു 90-50 മുന്നേ ഒക്കെ അല്ലേ ടീച്ചേഴ്സിന് നിങ്ങൾ ഇവിടെ വരിക പോലും ഇല്ല. അപ്പൊ ജെൻഡർ ജസ്റ്റിസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും തുല്യ ഓപ്പർച്യൂണിറ്റീസും തുല്യ അവസരങ്ങളും ഒക്കെ കിട്ടി നമ്മളെല്ലാം ഒരേപോലെ ഇരിക്കാനുള്ള കാരണം തന്നെ ഈ ഒരു ജെൻഡർ ജസ്റ്റിസ് അതുകൊണ്ടാണ് നമുക്കെല്ലാം ഇങ്ങനെ ഒരുപോലെ ഇരിക്കാൻ സാധിച്ചത്. ജെൻഡർ ജസ്റ്റിസ് ഉള്ളത് കൊണ്ടാണ്. ഇത് 1950 ഈ പ്ലാനിംഗ് കമ്മീഷൻ തിരിച്ച് അറിഞ്ഞിരുന്നു. നമ്മുടെ എക്കണോമിക്സാരും പഠിപ്പിക്കുന്നുണ്ട് പിള്ളേരെ സാമ്പത്തിക ആസൂത്രണം അല്ലെ. അവിടെ ലോങ് ടൈം ഗോൾസ്, എക്കണോമിക് പ്ലാനിങ്ങിന് ലോങ് ടൈം ഗോൾസ് ആയിട്ട് 4 കാര്യങ്ങളാണ് പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു? എക്കണോമിക് ഗ്രോത്ത്, മോഡേണൈസേഷൻ, സെൽഫ് സഫിഷ്യൻസി ആൻഡ് ഇക്വിറ്റി. ആ ഇക്വിറ്റിയുടെ കീഴിൽ വരുന്ന ഒരു ഭാഗമാണ് ജെൻഡർ ജസ്റ്റിസ്. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നിയമത്തിന് മുന്നേ എല്ലാവരും തുല്യരായിരിക്കണം. ജാതി, മതം, നിറം എന്നിവയുടെ അടിസ്ഥാനത്തിൽ യാതൊരു വിവേചനവും പാടില്ല. അതിന്റെ കൂടെ ചേർക്കണം ലിംഗം എന്നുള്ളൊരു കാര്യം. ജാതി, മതം, വർണ്ണം, ശരീരത്തിന്റെ കളർ, ആണ് പെണ്ണ് എന്തെങ്കിലും ഒരു വ്യത്യാസം പാടില്ല. പ്ലാനിംഗ് കമ്മീഷൻ തന്നെ നേരത്തെ അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് 1950 പ്ലാനിംഗ് കമ്മീഷൻ സെറ്റപ്പ് ആക്കുന്ന സമയത്ത് നമ്മുടെ എക്കണോമിക് പ്ലാനിങ്ങിലെ 4ാമത്തെ പ്രധാനപ്പെട്ട ഗോളായിട്ട് ജെൻഡർ ജസ്റ്റിസിനെ അല്ലെങ്കിൽ സോഷ്യൽ ജസ്റ്റിസിനെ കണ്ടിട്ടുള്ളത്. ഇനി ഇത് ഇപ്പോൾ കുഴപ്പമില്ല. നമ്മൾ 2024 നിൽക്കുന്നു. ഏകദേശം നല്ല രീതിയിൽ തന്നെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കാണെങ്കിലൊക്കെ സ്ത്രീ പുരുഷന്മാർക്കും തുല്യ അവസരങ്ങളും തുല്യ അവസരങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം ഈ ഒരു ജെൻഡർ ജസ്റ്റിസ് നടപ്പിലാക്കുവാൻ അല്ലെങ്കിൽ അതിനെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും? നമുക്ക് ലീഗൽ റിഫോംസ് കൊണ്ടുവരാം. അതായത് ഇന്ന് ബൈക്കിൽ വന്നിട്ടുള്ള എല്ലാ സാറന്മാരും ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ടാവും അല്ലെ. നിയമത്തെ എല്ലാവർക്കും നല്ലൊരു പേടിയുണ്ട്. അപ്പോൾ ജെൻഡർ ജസ്റ്റിസ് ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള കൂടുതൽ നിയമ സംവിധാനങ്ങൾ കൊണ്ടുവരുമ്പോഴേക്കും തീർച്ചയായിട്ടും നിയമത്തെ ഭയന്നുകൊണ്ട് ആരും ഇതിനെതിരെ വരികയില്ല. അപ്പോൾ ഇനിയാണെങ്കിലും ശ്രദ്ധിക്കുക. ഇപ്പം പഴയ കാലത്തേക്ക് തിരിച്ചു പോയിക്കൂടാതെ അപ്പോൾ പ്രത്യേകിച്ച് സ്ത്രീജനങ്ങള് ലീഗൽ റിഫോംസ് ഒക്കെ ഒന്ന് ശക്തമാക്കിക്കൊള്ളുക. അതിനുവേണ്ടിയുള്ള ഇൻഫ്ലുവൻസ് ഒക്കെ നടത്തിക്കൊള്ളുക. സ്ത്രീ കമ്മീഷനൊക്കെ ഉണ്ട്, വനിതാ കമ്മീഷൻ മുഖേനയൊക്കെ അങ്ങനത്തെ നിയമങ്ങളൊക്കെ ശക്തിപ്പെടുത്തുക. പിന്നെ ചെയ്യാനുള്ള കാര്യം എഡ്യൂക്കേഷൻ. എല്ലാ കുട്ടികൾക്കും തുല്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക. അതിപ്പം ഓൾറെഡി റണ്ണിംഗ് ആയിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ പാഠ്യ പദ്ധതിയിൽ ഇതിനൊരു പ്രത്യേക ടോപ്പിക്കായി കൊടുത്തുകൊണ്ട് പഠിപ്പിക്കാൻ ശ്രമിക്കുക. അങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു ജെൻഡർ ജസ്റ്റിസ് ഉറപ്പാക്കാം. പിന്നെയുള്ളത് എക്കണോമിക് എംപവർമെന്റ് ആണ്. അതായത് ഓണ്ടർപ്രണർഷിപ്പിലും എംപ്ലോയ്മെന്റിലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ അവസരങ്ങൾ. അതിപ്പം ഇപ്പൊ 2024 ഇതെല്ലാം തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ഉണ്ട്, എന്റെ സംരംഭം പേജ് ഉണ്ട്. ആ പേജ് ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. അപ്പോഴേക്കും അവിടെ ഈ ഓണ്ടർപ്രണർഷിപ്പിന്റെ കഥകളാണ് ഒരു പേജിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെയൊക്കെ കൂടുതലും സ്ത്രീകളാണ് ഓണ്ടർപ്രണർഷിപ്പിലേക്കൊക്കെ വരാറുള്ളത്. അപ്പോൾ ഇപ്പൊ ഈ ജെൻഡർ ജസ്റ്റിസ് നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. അത് കീഴേക്ക് പോകാതെ നോക്കേണ്ടതും സ്ത്രീജനങ്ങളുടെ ഉത്തരവാദിത്വം തന്നെയാണ്. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ജെൻഡർ ജസ്റ്റിസ് ഉറപ്പാക്കാൻ വേണ്ടി സോഷ്യൽ അവയർനെസ് കൊടുക്കാം. സോഷ്യൽ അവയർനെസിന്റെ ഭാഗമായിട്ട് വിവിധ തരത്തിലുള്ള ക്യാമ്പ് സംഘടിപ്പിക്കാം. അതിനുവേണ്ടി നമുക്ക് എല്ലാത്തിനെയും സെലിബ്രിറ്റീസിനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇത്രയൊക്കെ എനിക്ക് ജെൻഡർ ജസ്റ്റിസിനെ കുറിച്ച് പറയുകയുള്ളൂ. ഏകദേശം ഇങ്ങനെയൊക്കെ തുല്യമായിട്ട് ഇപ്പൊ കുഴപ്പമില്ലാതെ പോകുന്നു. അതിങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. താങ്ക് യു. വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. അപ്പൊ നമ്മുടെ ഏകദേശം നമ്മുടെ ചർച്ച പൂർത്തിയായി. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, നമ്മുടെ ഈ കണ്ടുപിടിച്ച പോയിന്റുകളുണ്ടല്ലോ, പേപ്പറിൽ എഴുതിയതാണെങ്കിലും അല്ല
അല്ലാതെ പോയിന്റുകളും വാട്സാപ്പിൽ ഒന്ന് ചെയ്തിട്ടേക്കണം കേട്ടോ. പോയിന്റുകൾ പേപ്പർ എഴുതിയിട്ട് വാട്സാപ്പിൽ ഫോട്ടോ എടുത്താൽ കിട്ടാൽ മതി, അല്ലെങ്കിൽ വാട്സാപ്പിൽ ടൈപ്പ് ചെയ്ത് ഒരു ഗ്രൂപ്പിൽ ഒരു മുൻകൈ എടുത്ത് അതൊന്ന് ടൈപ്പ് ചെയ്തിട്ടേക്കണം. അപ്പൊ നമ്മുടെ ചർച്ചയുടെ പോയിന്റുകൾ ഉരുത്തിരിഞ്ഞ ആശയങ്ങൾ നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് ഇനി അവസാനമായിട്ട് കൺക്ലൂഡ് ചെയ്യുവാണ്. സാമൂഹ്യ ശാസ്ത്ര പഠനത്തിന്റെ ലക്ഷ്യങ്ങൾ കേരള